പട്ടായ ഷോപ്പിംഗ് സ്ട്രീറ്റിനും പട്ടായ ബസാറിനും ഓപ്പോസിറ്റുള്ള ബേ വ്യൂ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ക്ലബ് മഹീന്ദ്ര അസോസിയേറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി എല്ലാത്തിനും ഉണ്ടായിരുന്നു. നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൽ മോസ്റ്റ് അവൈറ്റഡ് വ്ലോഗായിരിക്കും പട്ടായ ട്രിപ്പ്. തായ്ലൻഡിൽ ഏറ്റവും ചീപ്പായി നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഡെസ്റ്റിനേഷനിലൊന്നാണ് പട്ടായ. പട്ടായയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് നിങ്ങൾ ഈ വ്ലോഗിലൂടെ കാണുന്നത്. ഫസ്റ്റ് ഡേ ഞങ്ങൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത്, അൽക്കസാർ ഷോ ആൻഡ് ബിഗ് ബുദ്ധ വ്യൂ പോയിന്റ് ആണ് കവർ ചെയ്യുന്നത്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് തായ് കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇവ മൂന്നും കൂടിയ ഒരു അൺഫിനിഷ്ഡ് മ്യൂസിയമാണ്. ഇത് കാസിൽ ആൻഡ് ടെമ്പിൾ മോഡൽസിന്റെ ഹൈബ്രിഡ് വേർഷൻ ആണ്. 365 ഡേയ്സും ഇവിടെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കും. മെറ്റൽസ് ഒന്നും കൂടാതെയാണ് ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൈഡ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വലിയൊരു അതിശയമായിരുന്നു. അവിടെ ഒരു 2-3 hours സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബിഗ് ബുദ്ധ വ്യൂ പോയിന്റിലേക്കാണ്. കുറേ സ്റ്റെപ്സ് ഒക്കെ കയറി പട്ടായ സിറ്റി ആൻഡ് ബീച്ച് വ്യൂ ഫുള്ള് കിട്ടുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ബിഗ് ബുദ്ധ ടെമ്പിൾ ആൻഡ് സ്റ്റാച്യു ഉള്ളത്. നമ്മുടെ ആരാധനാലയങ്ങളിൽ കാണിക്കവിടുന്നത് പോലെ ഇവിടെയും അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പല ഡിഫറെൻറ്റ് ടൈപ്സിലും സ്റ്റൈൽസിലുമുള്ള ബുദ്ധ സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ലഞ്ച് കഴിച്ച് റൂമിലേക്ക് പോയി. ഈവനിങ് അൽക്കസാർ ഷോ ആണ് ഞങ്ങളുടെ പ്ലാൻ. 6 PM ഷോ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിമനോഹരമായ ഡാൻസ് ഷോസ് ആയിരുന്നു അൽക്കസാർ ഷോ. ഡാൻസിന്റെ കോസ്റ്റ്യൂംസും സ്റ്റെപ്സും മ്യൂസിക്കും ഒക്കെ വളരെ മനോഹരമായിരുന്നു. ഡാൻസ് ഷോയുടെ ഇടയിൽ തന്നെ കോമഡി സ്കിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വളരെ രസകരമായിരുന്നു. ആർട്ടിസ്റ്റ് ഷോയുടെ ഇടയിൽ ഓഡിയൻസിന്റെ ഇടയിൽ വന്ന് ഇന്ററാക്ഷൻ ചെയ്തതൊക്കെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. 1 hour പോയതേ അറിഞ്ഞില്ല. അൽക്കസാർ ഷോയും കോമഡി സ്കിറ്റും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഷോ ആണിത്. അന്നൊരു ഫുഡ് മസാജ് ഒക്കെ കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. നെക്സ്റ്റ് ഡേ ടൈഗർ പാർക്ക്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആൻഡ് നൂങ് വില്ലേജ് ആണ് ഞങ്ങൾ കവർ ചെയ്തത്. ടൈഗർ പാർക്ക് ടിക്കറ്റ്സ് കുറച്ച് കോസ്റ്റ്ലിയാണ്. 10 minutes മാത്രമേ അവർ അലോ ചെയ്യുള്ളൂ. കുട്ടികളെ ടൈഗർ കപ്സിൻ്റെ അല്ലെങ്കിൽ മീഡിയം ടൈഗേഴ്സിൻ്റെ അടുത്ത് മാത്രമേ തൊടാനും ഫോട്ടോ എടുക്കാനും സമ്മതിക്കുള്ളൂ. ചില വയലൻ്റായ ടൈഗേഴ്സിനെ അവർ കേജിലാണ് ഇടുന്നത്. നമ്മളെ കാണിക്കുന്ന ടൈഗേഴ്സൊക്കെ ഒരു ഉറക്കം തൂങ്ങിയ മട്ടിലാണുള്ളത്. അതിൻ്റെ പുറകിൽ വല്ല സ്കാം ഉണ്ടോ എന്നറിയില്ല. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് നൂങ് വില്ലേജിലേക്കാണ്. 500 acres നിൽക്കുന്ന സൗത്ത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണിത്. ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തിരുന്നു. എൻട്രൻസ് വരെ മാത്രമേ നമ്മുടെ ക്യാബ് അലോ ചെയ്യുള്ളൂ. എൻട്രൻസിൽ എത്തിയാൽ പിന്നെ അവരുടെ തന്നെ ഒത്തിരി വാൻസ് ഉണ്ടാവും ഈ 500 acres കറങ്ങിക്കാണാൻ. ഈ ടിക്കറ്റിൽ ലഞ്ചും ഈ ക്യാബ് ഡ്രൈവും ഇൻക്ലൂഡഡ് ആണ്. കൂടാതെ 2-3 ഷോസ് ഉണ്ടാകും. ഡാൻസ്, എലിഫന്റ് ആൻഡ് കൾച്ചറൽ ഷോസ് ഇവയെല്ലാം ടൈം മനസ്സിലാക്കി അതൊന്നും മിസ് ചെയ്യാതെ ഞങ്ങൾ കണ്ടു. വേണമെങ്കിൽ 100 baht ഒക്കെ കൊടുത്ത് നമുക്ക് അവരുമായി ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ എലിഫൻസ് ഡ്രോ ചെയ്ത ടീഷർട്ടൊക്കെ വേണമെങ്കിൽ വാങ്ങാം. ലഞ്ച് കഴിച്ച് ഷോ ഒക്കെ കണ്ട് ഞങ്ങൾ ബുദ്ധ മ്യൂസിയം കാണാൻ പോയി. നൂങ് വില്ലേജിൽ നിന്ന് ഞങ്ങൾ നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോയത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ടിക്കറ്റിൽ തന്നെ ½ an hour നമുക്ക് ബോട്ട് റൈഡിങ് കിട്ടുന്നുണ്ട്. ആക്ച്വലി പട്ടായയിലുള്ളത് ഒരു ചെറിയ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ഏർലി മോർണിംഗ് 5 AM to 7 AM മാത്രം ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഒറിജിനൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ബാങ്കോക്കിലുണ്ട്. കുറേ ഫുഡ്, ഡ്രസ് ആൻഡ് ആക്സസറി ഷോപ്പൊക്കെയുള്ള ഒരു ഏരിയയാണിത്.
ബോട്ടിംഗ് കഴിഞ്ഞ് വേണമെങ്കിൽ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. ഇവിടുത്തെ സീ ഫുഡ് വെറൈറ്റീസ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സിനും അടിപൊളി ടേസ്റ്റാണ്. അവിടുന്ന് കുറേ വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തി. ലാസ്റ്റ് ഡേ ഞങ്ങൾ കാണാൻ പോയത് പട്ടായ അക്വേറിയമാണ്. വളരെയധികം വെറൈറ്റി സീ ആനിമൽസിനെ കണ്ട് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. പട്ടായയിലുള്ള ഈ അക്വേറിയം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങളൊരു ഫുഡ് മസാജ് ഒക്കെ ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തി. ഇന്നാണ് ഞങ്ങളുടെ പട്ടായയിലെ ലാസ്റ്റ് ഡേ. ഈ സ്റ്റേയും ഇവിടുത്തെ ഫുഡും ഞങ്ങൾ നന്നായി മിസ് ചെയ്യും. ഈ ട്രിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.